ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചിക്കനെല്ലാം കഴുകി വെച്ച് അതിൻ്റെ അടുത്ത് മസാല എല്ലാം കൂടെ പുരട്ടി നല്ല വെള്ളം നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് സബോളയും കൂടി ഇട്ട് കൊടുക്കും. സബോളയും കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. സബോള നല്ലതുപോലെ വഴണ്ട് കിട്ടണം. അതല്ലേ നമ്മുടെ മസാല. സബോളയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലുമാണ് എല്ലാം ഇരിക്കുന്നത്. സബോള നല്ലപോലെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. കളറ് മാറുന്നത് വരെ വഴറ്റണം. നല്ലപോലെ ഇളക്കി നല്ല വരണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും തിന്നുന്ന മാത്രമേ ഉള്ളൂ, ഇതുവരെ ഉണ്ടാക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല മാത്രമേ ഇടുന്നുള്ളൂ, വേറെ മസാല ഒന്നും ഇടുന്നില്ല. ചിക്കൻ മസാല ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ എടുത്തിടാം. ചിക്കൻ നല്ലവണ്ണം വഴറ്റിക്കൊണ്ടിരിക്കാൻ. ഞങ്ങളുടെ അമ്മച്ചിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റാണെന്ന് അറിയാവോ, സൂപ്പർ സാധനമാണ്. അങ്ങനെ ആ ചിക്കൻ എല്ലാം കൂടെ നമ്മൾ വഴറ്റിയെടുക്കണം. നല്ലവണ്ണം മസാലയ്ക്കകത്ത് യോജിപ്പിച്ചെടുക്കണം. അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഇളക്കണം. ഇളക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ചിക്കനിൽ. കാരണം ആ മസാല എല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കണം. എന്നിട്ട് നമുക്കതിലോട്ട് ചാറിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനാണിത്. വറുത്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. പിന്നെ എല്ലാവരും ചാറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി അത് ഇവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് സെറ്റായി വെന്ത് കുറുകി വരട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിയാണ്. ബിരിയാണി അരിക്കകത്ത് ആദ്യം നമ്മൾ ചെമ്പ് വെച്ച് ചെമ്പിൻ്റെ അകത്ത് ഗ്രാമ്പൂ, കറുവപ്പട്ട, പൂവ്, കായ, തടിയ എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിനകത്തോട്ട് ശകലം നെയ്യും കൂടി ഒഴിക്കുക. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വെന്ത് കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് അതിനകത്തോട്ട് ഇടുക. അരി നല്ലതുപോലെ ഇടുക. നല്ലതുപോലെ കഴുകി മാറ്റി വെച്ച അരിയാണ്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാം നല്ല സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് അരി മൊത്തം ഇട്ട് കൊടുക്കാം. അരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അത്യാവശ്യം ഒന്ന് വെന്താൽ മതി. ഒരുപാട് ചോറ് വെന്ത് പോകുന്ന പോലെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം കൂടെ ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് സെറ്റാവണം. അരി വെന്തെടുക്കണം. അങ്ങനെ നമ്മുടെ അരിയെല്ലാം വെന്തിട്ടുണ്ട്. അരി വെന്തത് നമ്മൾ മാറ്റി വെച്ചതാണിത്. ഇനി നമുക്ക് മുന്തിരിങ്ങയും കപ്പലണ്ടി സവോളയും കൂടെ വറുത്തെടുക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് നെയ്ക്കകത്തോട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുത്താണിത്. പിന്നെ നമുക്ക് നമ്മുടെ ബിരിയാണി സെറ്റാക്കാം, ദമ്മെടുക്കാം. അങ്ങനെ ആദ്യം നമ്മൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ചോറിട്ടതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചതെല്ലാം കൂടെ ഇടുക. അങ്ങനെ ഒരു 3 ലെയറായിട്ട് നമ്മളങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നെയ്യ് ഒഴിക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുക. അതിടുമ്പം തന്നെ ഒരു മണവുമാണ്. അരി വെന്ത് കഴിയുമ്പോൾ തന്നെ അരിക്കും ഒരു മണം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇത് വറുത്തതും കൂടി ഇടുമ്പോൾ അതിലും ഒരു സ്മെല്ലാണ് വരുന്നത്. എൻ്റെ അനിയനാണ് കൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ അടുത്ത ലെയറും കൂടി ഇട്ടു. അടുത്ത ലെയറിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇടുക. ആ ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. ആ കളറെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ.
എന്നിട്ട് നമ്മുടെ ഒരു എസൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൈതച്ചക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസ് ഞങ്ങൾ മണ്ടയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇനി ചിന്നുവും പൊന്നുസേനൊക്കെ തിന്നുവാണ്. എല്ലാവരും നല്ല രുചിയുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ചോറിന് ആദ്യമായിട്ടുണ്ടാക്കിയത് കൊണ്ട് ശകലം ഉപ്പ് കുറവായിരുന്നു. എന്നാലും തൈരെല്ലാം കൂടെ ഒഴിച്ചപ്പോഴത്തേക്കിന് നല്ല രുചിയുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിക്കാനെടുത്തതാണ്. തൈരും സൈഡിൽ ഇച്ചിരി ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പപ്പടം. അച്ചാറില്ലായിരുന്നു. അച്ചാർ ഞങ്ങൾ കടയിൽ പോയി മേടിക്കാൻ വേണ്ടിയിരുന്നു, പക്ഷെ അത് മേടിക്കാൻ പറ്റിയില്ല. എന്നാലും ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇത് കണ്ട് എല്ലാവരും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. എന്നാലും സംഭവം സൂപ്പറായിരുന്നു. ഹലോ, താങ്ക് യു. ഇത്രയുള്ള